ഇന്നുണ്ടല്ലോ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈസൂർ മസാല ദോശയുടെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയെടുത്തിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് മൈസൂർ മസാല ദോശ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ നമ്മളിത് പുറത്ത് പോകുന്ന സമയത്ത് ഇത് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ, അപ്പം കൊള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഒരു പാനിലോ അല്ലെങ്കിൽ കുക്കറിലോ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ അതാ കുക്കറിൽ എളുപ്പത്തിനുണ്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ 2 സവാളയും 2-3 പൊട്ടറ്റോ, 1 ക്യാരറ്റ് ഇത്രയും കൂടെ ചേർത്തെടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പിക്കല്ല അതൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു പൊട്ടറ്റൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അതൊന്നിരുന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചമ്മന്തി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മുളക്, നമ്മൾ കാശ്മീരി മുളകോ സാധാരണ മറ്റൊരു മുളകൊന്നും എടുക്കരുത്, ലോണ എരിയും. പിന്നെ ഇത് എടുത്തിട്ടുള്ളത് ബാഡ്കി ചില്ലിയാണ്. അത് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 എടുത്തിട്ടുണ്ട്. അതും പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂണോളം മല്ലിയില അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1-2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒരു നുള്ളു മതി കേട്ടോ ജീരകം, അത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലുണ്ടെന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കാം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു പൊട്ടറ്റോ എന്നൊക്കെ ഉള്ള ഒരു പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. വെള്ളം കൂടുതലും തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണേ. ഉപ്പൊക്കെ പാകമാണോ നോക്കാം. റെഡി ആയിട്ടുണ്ട്, ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ഒരു ദോശ പാനിലോട്ട് ഒരു ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ദോശയൊക്കെ നമ്മൾ ഇതുപോലെ നാക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരുപാട് ചട്ടി അങ്ങ് ചൂടായി പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ദോശ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചട്നി 2-3 ടീസ്പൂൺ നമുക്ക് ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതൊരു മസാലയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയും കൂടെ നമുക്കിതിൽ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതും ഫുള്ളായിട്ട് ഞാൻ ഒന്ന് മുകളിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമായിട്ട് വെക്കുന്നില്ല, എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു സവാള, അത് ചേർക്കണേ. മെയിനായിട്ട് സവാള ചെറുതായിട്ട് നരിഞ്ഞത് അല്ലെങ്കിൽ നീളത്തിന് മുറിച്ചതോ അത് ഇതുപോലെ മുകളിലൊന്നിങ്ങനെ വിതറി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണേ. അപ്പോൾ നല്ല ക്രിസ്പി ദോശയാണ്, ഉള്ളിൽ നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വെള്ള ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ. ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്ന സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.